മതി, ഇനി ഇയാളെ തല്ലൊന്നും വേണ്ട. ഇയാളുടെ കുറ്റം കൊണ്ടല്ലോ ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. ഈ അസുഖമുള്ള ആളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ച് വിട്ടവരാ തെറ്റ് ചെയ്തത്. ശരിയാ മോളെ, ഞങ്ങളാ തെറ്റ് ചെയ്തത്. കുറച്ചൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഭാഗ്യമുള്ള കുട്ടിയായവൻ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയിട്ടും കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയത്. മോള് പറഞ്ഞ സത്യാ. ഇവൻ ഞങ്ങളുടെ ഭാഗ്യ. വാ, കരയണ്ട കേട്ടോ. സോറി, ഒരു പബ്ലിക് പ്ലേസ് ആണെന്നെങ്കിലും ഞാൻ ഓർക്കണമായിരുന്നു. അവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. അതുകൊണ്ടാണ് ഞാൻ... എനിക്ക് ചുറ്റും എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. വിശ്വസിച്ചവരെല്ലാവരും എന്നെ ചതിക്കുക. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ദേഷ്യം വന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. ഞാൻ കാർത്തിക്കിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ആരുടെയാ? എന്തോ ഒന്ന് നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താ അത്? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇതൊരു ശരിയായ ഉത്തരമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ രഹസ്യം ഓരോ നിമിഷവും നമ്മുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇനിയെങ്കിലും നീ അതൊന്ന് തുറന്നു പറ. ഞാൻ തെറ്റ് ചെയ്തു. അഴകത്തമ്മയോടും ബാലാമണിയോടും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ദ്രോഹം ഞാൻ ചെയ്ത്. ഇനി ഞാൻ എന്ത് ചെയ്യും കാർത്തിക്? ഞാൻ അവരെ ഏൽപ്പിച്ചത് എന്നും അവനവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതിയിട്ട. അവനൊരു കുറവും വരാതിരിക്കാൻ അവർ ചോദിച്ചതൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ടും എന്ത് നന്ദികേട് അവരെന്നോട് കാണിച്ചത്. പാവം ബാലാമണി, അവൾ ഇതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞാൽ, എന്തെങ്കിലും സൂചന കിട്ടിയാൽ, എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് അവൾ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് പേടിയാവുന്നു കാർത്തിക്. ഇനി എനിക്കൊന്നും ഫേസ് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള മനസ്സുറപ്പ് എനിക്കില്ല. ഞാൻ വീണ് പോവും. നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്? ആരെ നോക്കാൻ ഏൽപ്പിച്ചു? ബാലാമണിയുടെയും അഴകത്തമ്മയുടെയും കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ബാലാമണിയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത എന്ത് തെറ്റാ നീ അവളോട് ചെയ്തത്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, വല്ലാത്ത ക്ഷീണം. നീയൊരു കുഞ്ഞിനെ രക്ഷിച്ചു എന്നോ? അതെ അമ്മേ, അവൻ ഓട്ടോയിലിരിക്കുന്നത് ഭാഗ്യത്തിനാ ഞാൻ കണ്ടത്. അല്ലായിരുന്നെങ്കിൽ അവനെ അവന്റെ വീട്ടുകാർക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. എന്താ സംഭവിച്ചത്? നീ വിശദമായിട്ട് പറ. ആ കുഞ്ഞിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ, പല സ്ഥലത്തും വെച്ചിട്ട്. ഇന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ അവനെ വീണ്ടും കണ്ടു. ഓട്ടോയിൽ അവനെ മറന്നു വെച്ച് പോയതായിരുന്നു. ഞാൻ അവനെ കാണുന്ന സമയത്ത് അവന്റെ വീട്ടുകാർ അവനെ അന്വേഷിച്ച് 4 പാടും പരക്കം പായിയായിരുന്നു. വീട്ടുകാരെന്ന് വെച്ച് ആ കുഞ്ഞിന്റെ വീട്ടുകാരെ നിനക്കറിയാമോ? അറിയാം. മുൻപ് 2-3 സ്ഥലത്ത് വെച്ച് ഞാൻ അവരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ പരിചയം. അവരുടെ പേര് നിനക്കറിയോ? പേര് കൃഷ്ണപിള്ള എന്നോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അയാള് പേരും താമസിക്കുന്ന സ്ഥലമൊക്കെ അന്ന് പറഞ്ഞു തന്നതായിരുന്നു. അന്ന് പറഞ്ഞ പേര് കൃഷ്ണപിള്ള. അതെ, അത് തന്നെയാ. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോ അവന്റെ വീട്ടുകാരുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു അമ്മേ. അമ്മ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല.
പുറത്തു വെച്ച് അവര് തമ്മിൽ മുട്ട മഴക്കായിരുന്നെന്നാ തോന്നുന്നേ. അവള് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയത് ഞാൻ കണ്ടതാ. അവൻ ഇപ്പോഴാ വന്നേ. ഇനി ചിലപ്പോ അവൾക്ക് ഭ്രാന്തായി പോയി കാണുമോ? വെറുതെ അങ്ങനെ ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കുവോ? ഇത് അഴകത്തുകാരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാ. അവൾ അങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എടീ, നീ എന്താ ആലോചിക്കുന്നേ? അമ്മേ, അഭിരാമിയുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. അത് അഴകത്ത് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാ. അതെന്താണെന്ന് കണ്ടെത്താൻ പറ്റിയാൽ അഭിരാമിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്നെ കൊണ്ട് പറ്റും. ദേ ഗീതമ്മേ, നീ വീണ്ടും ആവശ്യമില്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അവളായി അവളുടെ പാടായി. നീ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. ഇല്ല, അങ്ങനെ അഭിരാമിയെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾ ഒറ്റ ഒരുത്തി കാരണമാ എനിക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നത്. സഹദേവൻ എന്ന മരണം എന്റെ തലയിലായത്. അതിനൊക്കെയുള്ള കണക്ക് ചോദിക്കാൻ ദൈവം എനിക്കായിട്ട് തന്ന ഒരവസരമായത്. ഞാനത് ഉപയോഗിക്കാതിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്നാ നീ നിനക്ക് തോന്നുന്ന പോലെ എന്താന്ന് വെച്ചാ ചെയ്തു. പക്ഷേ ഇതെങ്ങാനും സഹദേവൻ അറിഞ്ഞ അവൻ പിന്നെ നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അതെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആദ്യം ഞാൻ ആ മരണത്തെ ഇവിടുന്ന് കെട്ടിക്കാൻ പോവാ. ആരെ? സഹദേവനെയോ? അതെ, സഹദേവനെ തന്നെ. ഞാൻ അയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോവാ. അതിനവൻ പോകുവോടി? സഹദേവൻ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവും. അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ദേഷ്യം മുഴുവൻ എന്റെ കാലിനോട് തീർക്കല്ലേ. പതിയെ തടവിയാ മതി. അല്ല, ഉച്ചയ്ക്ക് കുറച്ച് തുണി ഇവിടുന്ന് കൊണ്ടുവരുന്നല്ലോ. അതൊക്കെ വാഷ് ചെയ്തോ? ആ, ചെയ്തു. ആ, അങ്ങനെ മണി പോലെ ഉത്തരം പറ. ആ, രാത്രി എനിക്ക് കഴിക്കാൻ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഉണ്ടാവും. അയ്യോ, അത് പോരല്ലോ. പിന്നെ എന്ത് പണ്ടാരോ നിനക്ക് ആ, എനിക്കേ നല്ല ചമ്പാവരിയുടെ കഞ്ഞി, പപ്പടം പൊള്ളിച്ചത്, പിന്നെ ഇഞ്ചി ചമ്മന്തിയും വേണം. ഇപ്പൊ ഞാൻ എവിടെ പോയി ഇതൊക്കെ ഉണ്ടാക്കണമെന്നാ? ആ, അതൊന്നും എനിക്കറിയണ്ട. ദേ, അരമണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരണം. ആ, പിന്നെ നിന്റെ ആ സ്ഥിരം ഐറ്റം ഉണ്ടല്ലോ, അത് കഞ്ഞിയിൽ മിക്സ് ചെയ്യരുത്. വിഷേ അത് കഞ്ഞിയിൽ കലക്കിക്കൊണ്ട് വരരുതെന്നാ പറഞ്ഞത്. ദേ, ഇവിടെ നിന്നിട്ട് ചാണകത്തി ചവിട്ടിയ നിന്റെ ആ സ്ഥിര റിയാക്ഷൻ ഇട്ട് സമയം കളയാതെ വേഗം ചെന്ന് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലടി. കാല് തടവാനാണോ ഒടിക്കാനാണോ അവള് വന്നത്? എന്താടി ഇത്? ഇങ്ങനെയൊക്കെ ഒരാളെ ടോർച്ചർ ചെയ്യുന്ന മോശമല്ലേ? ഓ, ഒരു മോശവും ഇല്ല. എന്റെ വേലക്കാരിയായിട്ടാ അവൾ ഇപ്പൊ ഈ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ ബാലാമണി പറഞ്ഞത്. അപ്പോ അവള് ഞാൻ പറഞ്ഞ എല്ലാ ജോലികളും ചെയ്യണം. എടി, എത്രയായാലും അവളെന്റെ അനിയന്റെ ഭാര്യയല്ലേ, അത് നമ്മൾ നോക്കണ്ടേ? ആ, അത് അരവിന്ദേട്ടൻ നോക്കിയാ മതി. എന്നെ സംബന്ധിച്ച് അവൾ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ യക്ഷിയാ. അതുകൊണ്ട് അവളെ ഞാൻ ഇവിടെ ഇട്ട് നക്ഷത്രക്കാലം എണ്ണിക്കും. ദയവ് ചെയ്ത് അരവിന്ദേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ഒന്നും ആയിട്ടില്ല. എന്നെ പേടിച്ച് അവൾ ഈ അഴകത്ത് നിന്ന് ഒളിച്ചോടിപ്പോവും. എന്നിട്ടേ ഞാൻ അടങ്ങൂ. പാതിരാത്രിയിൽ ഇഞ്ചി ചമ്മന്തി കൂട്ടാതെ അവൾക്ക് കഞ്ഞി ഇറങ്ങില്ല. എന്നിട്ട് കഞ്ഞിയിൽ വിഷം കലർത്തി കൊടുക്കരുതെന്നൊരു കളിയാക്കല്. അവളെ ഉണ്ടല്ലോ ഈ അമ്മയിലോട്ട് എടുത്തു വച്ച് ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതച്ച് ചതച്ച് അയ്യോ, നാശം പിടിക്കാനായിട്ട് എരി കണ്ണിലും വീണു. എവിടെ വെള്ളം? എവിടെ? അയ്യോ, വെള്ളം എവിടെ? കണ്ണ് തുറക്കാനും പറ്റുന്നില്ല. ഇതൊരു എരിയാ.
2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ പെണ്ണിനെ ഇഞ്ചി ചമ്മന്തി അരപ്പിക്കുന്നതും ഭവാൻ. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. എടീ, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ചെയ്യുന്ന ദുഷ്പ്രവൃത്തികള് മനുഷ്യനെ ഇങ്ങനത്തെ ഗതികെട്ട അവസ്ഥയെ കൊണ്ടെത്തിക്കും. അതിന് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമാ നീ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കല്ലേ. ഭർത്താവാണെന്നും പറഞ്ഞ് നടക്കുന്നു. അനന്തുവിന്റെ കഴിവേടുകൊണ്ടാ അടിമയെ പോലെ ഞാൻ ഈ വീട്ടിൽ കഴിയേണ്ടി വരുന്നത്. അത് നിന്റെ പ്രവൃത്തി ദോഷ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇനി നീ ഇതിലും വലുതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. വേഗം മൈഥിലിയുടെ അടുത്തേക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ട് കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് വേറെ കിട്ടും. ചെല്ലടി. ഭഗവാനെ, ഇനിയെങ്കിലും ഇവളൊന്ന് നന്നായാ മതിയായിരുന്നു. എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉണ്ണിയാമേ. അതൊരു പാഴ് ജന്മ. എന്നും അവൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലടാ, നീ വിചാരിച്ചാൽ അവളെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. ചിലപ്പോ ഫലം കണ്ടാലോ. ഭാഗ്യം എപ്പോഴും നമ്മുടെ കൂടെയാ. അതുകൊണ്ടല്ലേ ഒരു പോറല് പോലും ഏൽക്കാതെ ഈ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. പിന്നെ അല്ലാതെ. അല്ലെങ്കിൽ പിന്നെ ഇവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ചേച്ചിക്ക് ഇവനെ വാങ്ങാൻ പറ്റുമോ? നീ മിണ്ടി പോരുത്. നീ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാത്തിനും കാരണം. എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ആ തെറ്റ് കൊണ്ടൊരു അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനൊന്നും ഉണ്ടാവാതിരുന്നതേ എന്റെ ദൈവാനുഗ്രഹം കൊണ്ടാ. ഇവന്റെ ഭാഗ്യദോഷവും അതിൻ്റെ ഒരു കാരണമായിരുന്നു. അല്ലെങ്കിൽ എവിടെയാണോ ഇവൻ എത്തേണ്ടിയിരുന്നത് അവിടെ നിന്നൊരു തിരിച്ചുവരവ് ഇവനുണ്ടാവുമായിരുന്നില്ല. ഓ, അപ്പൊ ആളിയന് അതാണ് വിഷമം. ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് അല്പം പോലും സ്നേഹമില്ല. ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ നിങ്ങൾക്ക് തോന്നില്ലായിരുന്നു. രുക്മിണി, ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെടും. ഇവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന ഒരു മടിയും കൂടാതെ ഇവനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത്. നമുക്ക് ഇവനെ തരുമ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് അറിയില്ല സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് താൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നതെന്ന്. അതിലും വലിയ എന്ത് ഭാഗ്യക്കേടാ ഈ കുഞ്ഞിന് ഇനി വരേണ്ടത്. അളിയ, ആളിയൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ചേച്ചിയും കൂടെ വിഷമിപ്പിക്കല്ലേ. ഇതൊക്കെ ഒരു നല്ല നിമിത്തമാ. നമ്മൾ ഈ കൊച്ചിനെ വെച്ച് എന്തൊക്കെ കളി കളിച്ചാലും അതൊന്നും കൈവിട്ട് പോവില്ലെന്ന് ദൈവം നമുക്കൊരു അടയാളം കാണിച്ചെന്നതാ ഇന്ന്. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇന്ന് നമുക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാമായിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. ഈ തെറ്റിൻ്റെ ഫലം എന്നായാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. മോൻ കരയണ്ട, കരയണ്ട, കരയണ്ട. ചേച്ചി, ഈ അലിയനൊരു വകയാ. ഇങ്ങനെ തത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കും. ഒരു കാര്യം ചെയ്യത്തുമില്ല. ഈശ്വര, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചേച്ചിക്ക് മനസ്സിലായ? ഇനി അധികകാലം ഈ കൊച്ചിനെ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയല്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു തുക വാങ്ങി ഇവനെ നമുക്ക് കൊടുക്കണം. അളിയന്റെ മനസ്സ് ഇപ്പൊ തന്നെ ആടിയാടി നിൽക്കുക. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇപ്പൊ പറഞ്ഞത് വെച്ച് താമസിപ്പിക്കേണ്ടത്. മനസ്സിലായ? ഇങ്ങനെ അന്തം വിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ ഗീത തന്നെയാ. ആണല്ലേ? അല്ലാതെ എനിക്ക് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല. നിനക്കിതെന്താ പറ്റിയത്? എന്തു പറ്റാൻ? അല്ല, പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ കണ്ടു ചോദിച്ചാ. പണ്ടേ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാ. അച്ഛനുള്ളപ്പോ
ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാനും കാർത്തിക്കും ഒക്കെ, അന്ന് ഞങ്ങൾ ചെറുതാ, രാവിലെ പാടത്ത് ചെല്ലും. ആ സമയത്തൊക്കെ പാടത്ത് നിറയെ പണിക്കാരായിരിക്കും. അവരുടെ കൂടെ ഞാറ് നട്ടും കള പറിച്ചും ഞങ്ങൾ പിള്ളേരങ്ങ് കൂടും. അതൊരു രസമായിരുന്നു. അന്നൊക്കെ ഓർമ്മയുണ്ടോ? തൂക്കുപാത്രത്തിലാ പണിക്കാർ ആഹാരം കൊണ്ടുവരുന്നത്. ചൂട് ചോറ് ഇങ്ങനെ പാത്രത്തിൽ അമുക്കി വെക്കും. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും കാണും. അതിങ്ങനെ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ് ചോറിൻ്റെ കൂടെ വെച്ചേക്കും. എന്തൊരു രുചിയാ! എന്ത് രസമുള്ള ജീവിതമാ. ഇനി അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് ഗീത പറഞ്ഞത് സത്യ. മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാ. സഹദേവേട്ടൻ എന്തായാലും ആ കാര്യത്തിൽ ഭാഗ്യവാനാ. ഗീതയ്ക്കൊരു കാര്യം അറിയോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് കോടീശ്വരന്മാരൊന്നുമല്ല, മണ്ണിനെ അറിയുന്ന മനുഷ്യരാ. അത് പിന്നെ അങ്ങനെയല്ലേ സഹദേവേട്ടാ? നമ്മളൊരു ചെടി നട്ടു നനച്ചു വളർത്തുമ്പോ അതിൽ വിരിയുന്ന ആദ്യത്തെ പൂവ്, അത് കാണുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷമാ. നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? എങ്ങോട്ട്? സഹദേവേട്ടന്റെ നാട്ടിലേക്ക്. ഇവിടുത്തെ ജീവിതം എനിക്ക് മടുത്തു. അവിടെ കൃഷിപ്പണിയും ചെയ്ത് പശുവിനെ നോക്കി സമാധാനമായിട്ട് നമുക്കങ്ങ് കഴിയാം. ഒന്നുമില്ലെങ്കിലും കുറച്ച് ശുദ്ധവായുവെങ്കിലും കിട്ടുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സഹദേവേട്ടൻ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്താ ഇവളുടെ ഉദ്ദേശമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യമില്ലാതെ ഇവൾ ഇത്രയും പെട്ടെന്ന് കർഷകശ്രീ ആവില്ല. ആ, നോക്കാം. എന്താ അമ്മേ, എന്തിനാ അത്യാവശ്യമായിട്ട് കാണുമെന്നമ്മ പറഞ്ഞേ? എനിക്ക് നിന്റെ ഒരു സഹായം വേണം. നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഈ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയില്ല. അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്യണ്ട. ചെയ്യേണ്ടത് എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തിരിക്കും. ബാലമണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. കുഞ്ഞിന്റെ പൊസിഷനൊക്കെ കറക്റ്റാ. അതുകൊണ്ടാ നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് പറഞ്ഞേ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ ഇപ്പോഴും പറഞ്ഞില്ല. പ്രസവത്തോടെ ബാലാമണിയുടെ കുഞ്ഞ് മരിക്കണം. അമ്മേ, അമ്മയ്ക്കിത് എങ്ങനെ എന്നോട് പറയാൻ കഴിഞ്ഞു? ഇതാണോ ഞാൻ അമ്മയ്ക്ക് ചെയ്തു തരേണ്ട സഹായം? ഞാൻ നിന്നോട് മുഴുവൻ പറഞ്ഞില്ല. ആ കുഞ്ഞ് മരിച്ചുപോയെന്നേ പുറം ലോകം അറിയാവൂ. കവിതയുടെ കയ്യിൽ നിന്ന് എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ അനന്തുവിന്റെ മകനവൻ, അഴകത്തെ അനന്തരാവകാശി. അതറിയാവുന്നത് കൊണ്ട് തന്നെ കവിത അതിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞ ഉടനെ നീ ആ കുഞ്ഞിനെ ബാലാമണിയുടെ അടുത്ത് നിന്ന് മാറ്റണം. കുഞ്ഞ് മരിച്ചുപോയി എന്നൊരു കള്ളം നീ അവളോട് പറയുകയും വേണം. തൽക്കാലം കുറച്ചു കാലത്തേക്ക് നിനക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നീ അവനെ വളർത്താൻ ഏൽപ്പിക്കണം. മറ്റാരുടെയും കയ്യിൽ കൊടുക്കാതെ ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും അത് കവിതയോ ബാലാമണിയോ അറിയും. അത് പാടില്ല. എന്നാലും ഇത് വേണോ അമ്മേ? വേണം. കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ബാലാമണി ഒരിക്കലും അഴകത്തേക്ക് വരില്ല. കവിതയോട് പ്രതികാരം ചെയ്യാൻ അവൾക്ക് തോന്നില്ല. കവിത ബാലാമണിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും തിരിച്ചടികൾ കിട്ടണം. എങ്കിലേ ജീവിതം എന്താണെന്ന് അവൾ പഠിക്കൂ. കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ബാലാമണിയേക്കാൾ കുഞ്ഞിന് നഷ്ടപ്പെട്ട ബാലാമണിക്കാ ശക്തി കൂടുതൽ.
ബാലാമണിയെ അഴകത്ത് തിരിച്ചു കൊണ്ടുവന്ന് അഴകത്ത് വീട് അവളെ ഏൽപ്പിക്കണം. അതിനെന്റെ മുമ്പിൽ ഇപ്പൊ ഈ ഒരു വഴിയേ ഉള്ളൂ. എന്ന് കവിതയുടെ നാശം പൂർണ്ണമാകുന്നോ അന്നേ തന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ബാലാമണി അറിയാവൂ. അതുവരെ ഈ രഹസ്യം നീ സൂക്ഷിക്കണം.